വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ മലബാർ സ്പെഷ്യലായിട്ടുള്ള അലീസ ഓട്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഗോതമ്പ് വെച്ചിട്ട് അൽസ ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ സിമ്പിളാണ് ഓട്സ് വെച്ചിട്ട് അൽസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ അൽസ ഉണ്ടാക്കുന്നത് ചിക്കൻ വെച്ചിട്ടാണ്. ചിക്കൻ വെച്ചിട്ടും മട്ടൻ വെച്ചിട്ടും ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 350-400 ഗ്രാമോളം എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലോട് കൂടിയുള്ള ചിക്കനോ അല്ലെങ്കിൽ എല്ലില്ലാത്ത ചിക്കനോ നമുക്ക് ഇതിനായിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു വലിയൊരു പീസ് പട്ട ചേർക്കുന്നുണ്ട്, ഒരു 3 ഏലക്ക ചേർക്കുന്നുണ്ട്, പിന്നെ 3 ഗ്രാമ്പൂ കൂടി ചേർക്കുന്നുണ്ട്, പിന്നെ ചെറിയൊരു പീസ് ഒരു ടേബിൾ സ്പൂണോളം സവാള ഒന്ന് കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർക്കുന്നുണ്ട്. ഇനി ഈ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കൊരു 5-6 വിസിൽ അടിച്ചു കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ. ചിക്കൻ നന്നായിട്ട് ഉടഞ്ഞിട്ട് എല്ലിൽ നിന്ന് വേറിട്ട് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 5-6 വിസിൽ അടിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ട് എല്ലിൽ നിന്നൊക്കെ വേറിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു തവി വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം, എല്ലിൽ നിന്ന് പെട്ടെന്ന് വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ ഈ കുക്കറിൽ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇനിയൊരു പാനിലേക്ക് മാറ്റിയിട്ട് ഓട്സ് അതിൽ വെച്ചിട്ട് വേവിച്ചാലും മതി. ഞാൻ ഇതിലേക്ക് തന്നെ ഓട്സ് ചേർത്തിട്ട് എല്ലാം കൂടി കുക്കറിൽ തന്നെ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ 2 കപ്പ് ഓട്സാണ് ഇതിലേക്ക് ചേർക്കുന്നത്. കുക്കറിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൻ്റെ കാര്യം കറക്റ്റ് നോക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ റിസ്ക് എടുക്കേണ്ടതെന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് പാനിലേക്ക് മാറ്റിയിട്ട് ചെയ്യാം. കുക്കറിലാകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ ഞാൻ 3 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. 2 കപ്പ് ഓട്സിലേക്ക് 3 കപ്പ് വെള്ളം ഈ സമയത്ത് ചേർത്ത്, പിന്നെ ആദ്യം ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തം 5 കപ്പ് വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കാം. നമ്മൾ ആദ്യം ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിലടിച്ചാൽ മതി. പിന്നെ നമ്മൾ എടുക്കുന്ന ഓട്സിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ മാറ്റം വരാനും സാധ്യതയുണ്ട്. പിന്നെ ഇതിനായിട്ട് നമ്മൾ കുക്കർ എടുക്കുമ്പോൾ പ്രഷറൊക്കെ നന്നായിട്ട് നിൽക്കുന്ന കുക്കർ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാനും ലോ ഫ്ലെയിമിൽ ഒരു വിസിലടിച്ചിട്ട് ഓഫാക്കി വെച്ചതായിരുന്നു. ഇപ്പോൾ പ്രഷറൊക്കെ പോയിട്ട് തുറന്നു നോക്കിയപ്പോൾ നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതുപോലെ ഒരു തവി വെച്ചിട്ട്, ഇതുപോലെ ഒരു മരത്തിൻ്റെ തവി വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്ന സമയത്ത് ചിക്കനിൽ നിന്നും എല്ലൊക്കെ വേറിട്ട് വരും. അപ്പോൾ നമുക്കത് ഈ അൽസയിൽ നിന്നും കോരി മാറ്റി വെക്കാം. എല്ലൊക്കെ കഴിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ല് മാത്രം നമുക്കിതുപോലെ ഒന്ന് കോരി എടുത്ത് മാറ്റി വെക്കാം. അതുപോലെ തന്നെ നമ്മൾ ചേർത്തിട്ടുള്ള പട്ട അതുപോലെ ഗ്രാമ്പു ഒക്കെ അതിൽ നിന്ന് മാറ്റി വെക്കുന്നതാണ് നല്ലത്. അതാണ് കഴിക്കുമ്പോൾ ഒരു സുഖമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ഞാനിതിൽ നിന്നും ചിക്കൻ്റെ എല്ലും അതുപോലെ പട്ടയുടെ പീസും ഒക്കെ എടുത്ത് മാറ്റി വെക്കുകയാണ്. നമ്മൾ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ ചേർക്കുമ്പോഴാണ് ഈ അൽസക്ക് നല്ല ഫ്ലേവറോട് കൂടിയിട്ട് ഉണ്ടാവുക. ഇതിപ്പോൾ ഞാൻ എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു 3/4 കപ്പാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ 2 കപ്പ് ഓട്സ് വെച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വെള്ളത്തിൻ്റെ അളവും ഈ ഒരു 3/4 കപ്പ് തേങ്ങാപ്പാൽ കറക്റ്റാണ്. ഒരുപാട് ലൂസായിട്ട് പോവരുത്. നമുക്കറിയില്ല അൽസയുടെ ആ ഒരു പാകത്തിനുള്ള കറക്റ്റ് അളവ് തന്നെ ആവണം വെള്ളത്തിൻ്റെ അളവും. അപ്പോൾ തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു 3/4 കപ്പ് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയാൽ മതി. പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ നമുക്കിനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ താളിക്കാനായിട്ട് ഒരു ചെറിയ പാൻ സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് അത്യാവശ്യത്തിന് ചേർക്കണം, എന്നാലാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ സവാളയുടെ ഒരു 1/4 ഭാഗം കട്ട് ചെയ്തിട്ട് അതുകൂടി ചേർത്തിട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പും സവാളയും നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് സവാളയൊക്കെ ഒന്ന് കളർ മാറി വന്നാൽ ഇതിലേക്ക് കുറച്ച് മുന്തിരി കൂടി ചേർത്തിട്ട് അതുകൂടി ഒന്ന് വറുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നേരിട്ടിട്ട് ഈ അൽസയിലേക്ക് കുക്കറിലേക്ക് തന്നെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കഴിക്കാം. ഇതിപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് അതിന് മുകളിൽ ഇതുപോലെ ഗാർണിഷ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ടേബിളിലൊക്കെ സെർവ് ചെയ്യുന്ന ടൈമിൽ നല്ല ഭംഗിയായിട്ട് ഉണ്ടാവുക. അപ്പോൾ നല്ല ടേസ്റ്റിയായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അൽസയാണ്. വെള്ളത്തിൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി കുക്കറിൽ ഉണ്ടാക്കുമ്പോൾ. പാനിലാകുമ്പോൾ ആ പ്രശ്നമില്ല. നമുക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്.
ഇനി നമുക്ക് ചൂടോട് കൂടിയിട്ട് സെർവ് ചെയ്യാം. അടിപൊളിയാണ്, ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതുവരെ ഇതുപോലെ ഓട്സ് വെച്ചിട്ട് അൽസ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.